നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അന്വേഷണം വളരെ കൃത്യമായി ഒരു വഴിത്തിരിവിലെത്തി നിൽക്കുന്നു. ഇപ്പോൾ ഉയരുന്ന ചോദ്യം, ഈ കേസിൽ അറസ്റ്റിലായ പോറ്റി, ഗോവർദ്ധൻ അടക്കമുള്ള ചില പ്രതികളെ SIT നാർക്കോ അനാലിസിസിന് വിധേയമാക്കുമോ എന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. ഈ ചോദ്യം ഉയരാനൊരു കാരണമുണ്ട്. ഈ രണ്ടുപേരെയും, പ്രത്യേകിച്ച് ഈ രണ്ടുപേരെയും നുണ പരിശോധനയ്ക്ക് വിധേയമാക്കിയേ തീരൂ എന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. ഇക്കാര്യം SITയുടെ പരിഗണനയിലുണ്ട്. SIT ഇത് സംബന്ധിച്ച ആലോചനയിലാണ്. നിയമ ആരോഗ്യ വിദഗ്ധരുമായി ഇക്കാര്യം ചർച്ച ചെയ്തൊരു തീരുമാനമെടുത്ത് കോടതിയുടെ അനുമതിയോടുകൂടി ഈ പ്രതികളെ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. നുണ പരിശോധന അഥവാ നാർക്കോ അനാലിസിസ് ടെസ്റ്റ് നടത്തുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങൾ ഒന്നും തന്നെ ഇക്കാര്യത്തിൽ വലിയ ശ്രദ്ധ കൊടുക്കുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. വളരെ ഗോപ്യമായി, വളരെ രഹസ്യമായി ആണ് SITയുടെ നീക്കങ്ങൾ. ഒരു വിധത്തിലും ഇത് ചോരാതിരിക്കാൻ SIT കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ SIT ഇങ്ങനൊരു കാര്യം പരിഗണിക്കുന്നുണ്ടെന്ന് ഭാരത് ലൈവിന് മനസ്സിലായി. ഇത് സംബന്ധിച്ച് ചില അവിടെയും ഇവിടെയുമൊക്കെ ചില സൂചനകൾ ലഭിക്കുന്നുണ്ടെങ്കിലും വ്യക്തമായ ഒരു ചിത്രം ഇക്കാര്യത്തിൽ തെളിഞ്ഞിട്ടില്ല. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും തുടക്കം മുതൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ്, മാറ്റി പറയുന്നില്ല. എന്തിന് ഈ സ്വർണ്ണപ്പാളികൾ ഇവിടെ നിന്ന് അറ്റകുറ്റപ്പണിക്ക് കൊണ്ടുപോകുന്ന വഴി 39 ദിവസം ചെന്നൈയിലെത്തിക്കാൻ വൈകിപ്പിച്ചു? അതുപോലെ ഈ 39 ദിവസത്തിനിടയ്ക്ക് പല സ്ഥലങ്ങളിലും ഇത് കൊണ്ടുപോയി വെച്ച് പൂജ നടത്തി. കേവലം ദക്ഷിണ മാത്രം ഉദ്ദേശിച്ച് ചെയ്തതാണ് എന്ന് SIT വിശ്വസിക്കുന്നില്ല. SITയിലെ മിടുക്കരായ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്ക് ഇക്കാര്യത്തിൽ കൃത്യമായ ധാരണയുണ്ട്. അവർ ചില കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുമുണ്ട്. അത് ലിങ്ക് ചെയ്യാൻ, അതിനെ കണക്ട് ചെയ്യാൻ കഴിയുന്നില്ല. അതിനുള്ള തെളിവുകൾ ലഭിക്കുന്നില്ല. വളരെ സമർത്ഥമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും കളിക്കുകയാണ്, തെളിവുകൾ മറച്ചു പിടിക്കുകയാണ്. ഗോവർദ്ധനാകട്ടെ താൻ ഈ ഉരുക്കിയെടുത്ത അല്ലെങ്കിൽ വേർതിരിച്ചെടുത്ത സ്വർണം വാങ്ങി എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യവും സമ്മതിക്കുന്നില്ല. ആ സ്വർണം വാങ്ങിയത് തന്നെ അത് ശബരിമല സ്വർണമാണെന്ന് അറിയാതെ വാങ്ങിയതാണ്. പിന്നീട് അത് അറിഞ്ഞപ്പോൾ തനിക്ക് വലിയ കുറ്റബോധം തോന്നിയെന്നും താൻ അതുകൊണ്ട് പ്രായശ്ചിത്തം ചെയ്തു എന്നുമൊക്കെയാണ് ഗോവർദ്ധൻ മൊഴി കൊടുക്കുന്നത്. എന്തായാലും ഗോവർദ്ധൻ്റെ മൊഴി പൂർണ്ണമായിട്ടും വിശ്വസിക്കാൻ SIT തയ്യാറല്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ആകട്ടെ തുടക്കം തൊട്ട് ഈ കേസിൽ കള്ളക്കളി കളിക്കുകയാണ്. തുടക്കത്തിൽ വാദിയായിരുന്ന പോറ്റി പിന്നീട് പ്രതിയാകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ പോറ്റിയും ഗോവർദ്ധനും കൂടി മാറിയും മറിഞ്ഞും കേസ് വഴിതെറ്റിക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ SITയുടെ മുന്നിൽ അത് വിജയിക്കുന്നില്ല. SIT കൃത്യമായി അടുക്കും ചിട്ടയോടും കൂടി തെളിവുകൾ ശേഖരിച്ച് ലഭിച്ച തെളിവുകളുടെയും സൂചനകളുടെയും അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇതിനിടയ്ക്ക് മറ്റു പലരും ഈ കേസിലേക്ക് കടന്നു വന്നെങ്കിലും SIT കൃത്യമായി തങ്ങൾ ഇതുവരെ കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഗോവർദ്ധനും നാർക്കോ അനാലിസിസ് ടെസ്റ്റ് നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ രണ്ടുപേരും നുണ പറയുന്നതിൽ മിടുക്കരാണ്. ഇവർ വാ തുറക്കുന്നത് കള്ളം പറയാനും പിന്നെ ആഹാരം കഴിക്കാനും മാത്രമാണെന്ന് കരുതേണ്ടി വരും. ആ തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവർക്ക് പിന്നിൽ ഏതോ ഒരു വലിയ ഉന്നത ശക്തിയുണ്ട് എന്ന കാര്യം ഈ SITക്ക് വ്യക്തമായിട്ടുണ്ട്. അതിനെക്കുറിച്ചും ചില സൂചനകളൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിലും മുന്നോട്ട് പോകാനുള്ള കൃത്യമായ തെളിവുകൾ SITയുടെ കൈവശം ലഭിച്ചിട്ടില്ല. ആ തെളിവുകൾ ലഭിക്കുന്ന മുറയ്ക്ക് SIT മുന്നോട്ട് പോകും. അവിടെയാണ് ചില തടസ്സങ്ങൾ വരുന്നത്. ആരൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് ഇത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നില്ലേ ഈ ഉന്നതരിലേക്ക്? പ്രത്യേകിച്ചും ശബരിമല ഭക്തനും ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റുമായ ശ്രീ A പത്മകുമാറിൻ്റെ വെളിപ്പെടുത്തൽ അനുസരിച്ച് ദൈവതുല്യരായ ഉന്നതർ ഇതിൽ ഇടപെട്ടിട്ടുണ്ട്. അവർ പറഞ്ഞാൽ എങ്ങനെ നമ്മൾക്ക് നിഷേധിക്കാൻ കഴിയും, നിരാകരിക്കാൻ കഴിയും എന്ന പത്മകുമാറിൻ്റെ ചോദ്യം
ഇവിടെയാണ് പ്രസക്തമാകുന്നത്. അങ്ങനെ ഒരു ചോദ്യത്തിൽ ഒളിഞ്ഞു കിടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് SITക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. SIT അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുമ്പോഴാണ് എവിടുന്നൊക്കെയോ ചില തടസ്സങ്ങൾ വരുന്നത്. അവിടെ SITയുടെ കയ്യും കാലും കെട്ടാൻ ശ്രമിക്കുന്നില്ലേ എന്നൊരു സംശയം ഉയരുന്നുണ്ട്. എന്തായാലും SIT ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഗോവർദ്ധനെയും നുണ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ അത് ഈ കേസിൽ ഒരു വലിയ വഴിത്തിരിവായിരിക്കും. പിന്നീട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഗോവർദ്ധനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. പഠിച്ച കള്ളന്മാരാണ് ഇവർ എന്നുള്ളത് ഇതുവരെയുള്ള അന്വേഷണത്തിൽ SITക്ക് മനസ്സിലായിട്ടുണ്ട്. ഇവരെക്കാളും വലിയ ചില കള്ളന്മാർ ഇവർക്ക് പുറകിലുണ്ട് എന്നുള്ള കാര്യവും വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ ഈ നാർക്കോ അനാലിസിസ് ടെസ്റ്റിനുള്ള സാധ്യത, നുണ പരിശോധനയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് SIT ഒരു പക്ഷേ അതിനുള്ള നിയമ അനുമതി തേടി മുന്നോട്ട് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഇവിടെ SITക്ക് രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോയേ മതിയാവുള്ളൂ. അല്ലാത്ത പക്ഷം ഈ കേസിൽ പുരോഗതി ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. ഈ കേസ് ഇങ്ങനെ ചില ആൾക്കാരിൽ ഒതുങ്ങി ഇങ്ങനെയൊരു ഘട്ടത്തിലെത്തി ഇവിടം കൊണ്ട് അവസാനിക്കാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ SITക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ, ഊർജിതമായി കേസ് അന്വേഷിച്ച് യഥാർത്ഥ പ്രതികളിലേക്ക് എത്താൻ ഇത്തരം ചില ടെസ്റ്റുകൾ അനിവാര്യമാണ് എന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്തായാലും ഈ കട്ടളപ്പടിയിലെയും വാതിൽപ്പാളികളിലെയും ദ്വാരപാലക വിഗ്രഹങ്ങളിലെയും ശിവരൂപത്തിലെയും രാശിചക്രങ്ങളിലെയും ഒക്കെ സ്വർണം പല പല ഘട്ടങ്ങളിലായി, പല കാലങ്ങളിലായി ഇവിടെ നിന്ന് അടിച്ചു മാറ്റിയിരിക്കുന്നു. ഇനി അറിയേണ്ടത് ആ VSSCയിൽ നിന്ന് കിട്ടാനുള്ള രാസപരിശോധനാ ഫലമാണ്. അതുകൂടി പുറത്തു വരുന്നതോടുകൂടി കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാകും എന്നാണ് SIT കരുതുന്നത്. SITക്ക് ഇതുവരെയുള്ള അന്വേഷണ പുരോഗതി കോടതിയെ അറിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കോടതി 6 ആഴ്ചത്തെ സമയം കൂടി നീട്ടി നൽകിയിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. അത് തന്നെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലും റോദം ജുവലറി, ബെല്ലാരിയിലെ റോദം ജുവലറി ഉടമ ഗോവർദ്ധനിലും നമുക്ക് കൂടുതൽ വിശദമായി ആഴങ്ങളിൽ സഞ്ചരിക്കേണ്ടതുണ്ട്. ഈ രണ്ടു പേരും നിരവധി കാര്യങ്ങൾ ഒളിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. തുടക്കം തൊട്ട് വാദിയായിട്ട് ഈ കേസിൽ കടന്നു വന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീട് 1-ാം പ്രതിയാകുന്നതാണ് നമ്മൾ കണ്ടത്. ഈ ദേവസ്വം ജീവനക്കാര് മുരാരി ബാബു അടക്കമുള്ളവർക്ക് ഈ പറയുന്നത് പോലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉദ്ദേശശുദ്ധി എന്തായിരുന്നു എന്ന് അറിയില്ല. ഇയാളുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു എന്ന് അറിയില്ല. ഇങ്ങനെയൊക്കെ കരുതാൻ മാത്രം വിഡ്ഢികളല്ല ഈ നാട്ടിലെ ജനങ്ങളും SITയും. അതുകൊണ്ട് തന്നെ മുരാരി ബാബു അടക്കമുള്ളവരെ വീണ്ടും ചോദ്യം ചെയ്തേക്കും. അവരെ ഇപ്പോൾ ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ വിശദമായി ചോദ്യം ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പോറ്റിയെയും ഈ ഗോവർദ്ധനെയും ഒരു പക്ഷേ നുണ പരിശോധനയ്ക്ക് വിധേയമാക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. എന്തായാലും SIT രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. SITയുടെ കാലുകൾക്കും കൈകൾക്കും ചങ്ങലയിടാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരെ അയ്യപ്പൻ വെറുതെ വിടില്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം ഈ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്ക് ഓരോ ഘട്ടത്തിലും നമുക്ക് മനസ്സിലാകും. ഈ കേസ് അട്ടിമറിക്കാൻ, ഈ കേസ് തകിടം മറിക്കാൻ ആരൊക്കെയോ എവിടെയൊക്കെയോ ഇരുന്ന് ശ്രമിക്കുമ്പോൾ അവിടെയൊക്കെ ഒരു കേസിലൊരു ട്വിസ്റ്റ് ഉണ്ടാവുകയും അന്വേഷണത്തിൽ ഒരു വഴിത്തിരിവുണ്ടാകുകയും വളരെ പെട്ടെന്ന് ഈ അട്ടിമറി അല്ലെങ്കിൽ ഈ തകിടം മറി മാറ്റിമറിക്കാൻ, അതിനെ പരാജയപ്പെടുത്താൻ കഴിയുന്നു. ഒരു അദൃശ്യ ശക്തി ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യം ഇപ്പോൾ ഏതാണ്ട് എല്ലാവർക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട്. SITയും അങ്ങനെ ഒരു അദൃശ്യ ശക്തിയുടെ അനുഗ്രഹത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്ന് നമുക്ക് കരുതാം. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും ഗോവർദ്ധനും പറയാനേറെയുണ്ട്. ഇതുവരെ പറഞ്ഞത് അല്ല അവർക്ക് ഇനി പറയാനുള്ളത്. അതിന് അവരെ കൃത്യമായി ഈ പറഞ്ഞതുപോലെ ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കണമെങ്കിൽ അത് ചെയ്യണം. SIT അതിന് വേണ്ടുന്ന നിയമ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഭക്തരുടെ ആവശ്യം.
തീർത്ഥാടകരുടെ ആവശ്യം, പൊതുസമൂഹവും ആവശ്യപ്പെടുന്നത് അതാണ്. അതുകൊണ്ട് SITക്ക് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. നിങ്ങൾക്ക് ഭക്തരുടെയും ജനങ്ങളുടെയും സർവോപരി അയ്യപ്പൻ്റെയും നിയമത്തിൻ്റെയും പിന്തുണയുണ്ട്. ആരെയും ഭയപ്പെടേണ്ടതില്ല. ഇത് അട്ടിമറിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവരായിരിക്കും അട്ടിമറിക്കപ്പെടുന്നതെന്ന് ഇതുവരെ ലഭിച്ച വിവരങ്ങളിൽ നിന്ന് വ്യക്തമാണ്. SIT അതുകൊണ്ട് തന്നെ കടുത്ത നടപടികളിലേക്ക് പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.